അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചില വാർത്തകളാണ് വിശദീകരിക്കുന്നത്. ഒന്നാമതായി 205 ഇന്ത്യക്കാരെയും കയറ്റിക്കൊണ്ടുപോയ സൈനിക വിമാനം അതെപ്പോഴാണ് ഇന്ത്യയിലെത്തുക എന്നറിഞ്ഞുകൂടാ. 24 മണിക്കൂറൊക്കെ എടുക്കുമെന്ന്, അതിൽ കൂടുതൽ എടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഒരു സൈനിക വിമാനത്തിൽ അവർ കൈക്കും കാലിലും ഒക്കെ ചങ്ങലയിട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഗ്വാട്ടിമാലയിലേക്ക് കൊണ്ടുപോയവർക്ക് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇനി ഇവരെയും അങ്ങനെ ചെയ്തിരുന്നോ എന്നറിയില്ല. എന്തായാലും അതിൻ്റെ അകത്ത് ചൂടും തണുപ്പുമൊന്നും കാര്യമായിട്ട് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഒരു യാത്രാ വിമാനത്തിൻ്റെ യാതൊരു സൗകര്യങ്ങളുമില്ല. ഒരു ടോയ്ലറ്റേ ഉള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഇത്രയും ദൂരം നോൺ സ്റ്റോപ്പായിട്ട് പോകാൻ പറ്റില്ല, എവിടെയെങ്കിലും ഇറക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ പോകുന്നത്. എന്തായാലും സങ്കടകരമാണ്. നമ്മുടെ ഇന്ത്യക്കാർ വരുന്നത് മിക്കവരും ഈ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയല്ല വരുന്നത്, ജീവിക്കാൻ വേണ്ടിയും. ചിലർ ജീവിക്കാൻ വേണ്ടിയും ചിലർ പണം ഉണ്ടാക്കാൻ വേണ്ടിയും വരുന്നു. ഇങ്ങനെയാണ് രണ്ടു കൂട്ടരാണ് അമേരിക്കയിൽ വരുന്നത്. ജീവിക്കാൻ വേണ്ടി വരുന്നത്, നാട്ടിൽ ജോലിയോ കൂലിയോ ഒന്നും ഇല്ലാത്ത ആളുകൾ ഇവിടെ വന്ന് രക്ഷപ്പെടാൻ വേണ്ടി വരുന്നു. പിന്നെ ഒരു വിഭാഗം ആളുകൾ, അവരുടെ ബന്ധുക്കളെല്ലാം ഇവിടെ പണക്കാരാണ്. പ്രത്യേകിച്ച് ഗുജറാത്തികളും പിന്നെ പഞ്ചാബികളും ബന്ധുക്കളെല്ലാം പണക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം കൂടാം, അവരുടെ ബിസിനസ്സിലൊക്കെ കൂടാം. അങ്ങനെ തങ്ങൾക്കും പണക്കാരാകാമ എളുപ്പത്തിൽ എന്ന് കരുതി വരുന്നവർ. അപ്പോൾ ആ വിഭാഗക്കാരാണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നും മറ്റും ഈ രക്ഷപ്പെടാൻ വേണ്ടി വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അനധികൃതമായിട്ട് വന്ന് ഇവിടെ താമസിക്കുന്ന കുറേ പേര് ഇവിടെ ഈ വിസ എടുത്ത് വന്നിട്ട് ആ വിസ ഓവർ സ്റ്റേ ചെയ്യും. അങ്ങനെയാണ് മലയാളികൾ കൂടുതൽ പേര് നിൽക്കുന്നത്. അല്ലാതെ ഈ അതിർത്തി കടന്ന് ഡോങ്കി റൂട്ടിലൂടെ വരുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ, വളരെ നന്നേ ചുരുക്കം പേരേ ഉള്ളൂ. ആ സാഹസമൊന്നും ചെയ്യാൻ പിന്നെ മലയാളികൾ അങ്ങനെ മുതിരാറില്ല. നേരെ മറിച്ച് ഗുജറാത്തികളാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് 70,000 പേര് വന്നതിൽ 40,000 പേരും ഗുജറാത്തികളാണ്. അവർ വന്നിട്ട് എന്താണ്, അസൈലമാണ് ചോദിക്കുന്നത്. ഞങ്ങൾ അഭയം കിട്ടണം. അഭയം കിട്ടാമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്തോ കുഴപ്പമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന പോലെയാണ് അവർ പറയുന്നത്. ഇന്ത്യയിൽ എന്താ കുഴപ്പം? പ്രത്യേകിച്ച് ഗുജറാത്തികൾക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ല. എന്നാലും ഇവിടെ വന്ന് രക്ഷപ്പെടാൻ 4 കാശുണ്ടാക്കാമെന്നുള്ള ആ ചിന്താഗതി. എന്താ, അതിനൊരു തടയിടുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയായാലും ഈ ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിലൊക്കെ കൊണ്ടുപോകുന്ന കഷ്ടമാണ്. അതിന് പകരം എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ വിമാനം അയച്ചു കൊടുക്കണം. ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് വിമാനം മാസത്തിൽ 1-2 തവണ ഇന്ത്യൻ വിമാനങ്ങൾ വരിക, ഇവരെ കൊണ്ടുപോവുക. അതിന് ന്യായമായൊരു ഫീസ് ഇവരിൽ നിന്ന് തന്നെ ഈടാക്കാവുന്നേ ഉള്ളൂ. മിക്കവരും ഈ പൈസ കൊടുക്കാൻ, അതിനുള്ള പിന്നെ ചാർജ് കൊടുക്കാൻ കഴിവുള്ളവരാണ് അവർ. ഇങ്ങനെ ഈ അമേരിക്കൻ സൈനിക വിമാനത്തിൽ കഷ്ടപ്പെട്ടൊന്നും പോകേണ്ട കാര്യങ്ങളില്ല. അതുപോലെ തന്നെ ഇവരിൽ പലരും ഫാമിലി ആയിട്ടുള്ളവരെ വിടുമ്പോൾ ഈ പ്രശ്നം വരികയും ചെയ്യുമല്ലോ. എന്തായാലും അതിനൊരു ഇന്ത്യ ഗവൺമെൻറ് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഈ ഇല്ലീഗൽ ആയിട്ട് ഇവിടെ ആളുകൾ വരുന്നതിനോട് താല്പര്യം കാണിക്കുന്നില്ല. ഇല്ലീഗലായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ട് പുതുക്കി കൊടുക്കുകയില്ല. കാരണം അവർ ഒരു ID വേണമല്ലോ ഇവിടെ താമസിക്കണമെങ്കിൽ. അപ്പോൾ ID പാസ്പോർട്ടായിരിക്കും. അപ്പോൾ ആ പാസ്പോർട്ട് പുതുക്കി കൊടുക്കില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ് എപ്പോഴും ഒരേ നിലപാടാണ് വാസം പറഞ്ഞാൽ അക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ആരും വരരുത്, പിന്നെ ഇല്ലീഗലായിട്ട് വരരുത്, താമസിക്കരുത് എന്നുള്ള ആ ഒരു കൃത്യമായൊരു നിലപാടുണ്ട് അതിൽ. പിന്നെ ആളുകൾ വന്ന് ഇന്ത്യയിൽ നിവൃത്തികേട് കൊണ്ട് വരുന്നു എന്നുള്ള ആ ഒരു സത്യാവസ്ഥ അംഗീകരിക്കാൻ ഇന്ത്യയോട്ട് തയ്യാറായിട്ടുമില്ല. പ്രധാനമായിട്ട് ഈ പോളിസിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ വരേണ്യവർഗത്തിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്കിപ്പം ആളുകളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും അവർക്ക് നേരിട്ട് അറിയണമെന്നില്ല താനും. എങ്ങനെയായാലും അത് ഒരു കാര്യം. അപ്പോൾ ഇനിയെങ്കിലും കുറച്ചൊരു ഇന്ത്യൻ ഫ്ലൈറ്റുകൾ വന്ന് ആളുകളെ കൊണ്ടുപോകുന്ന, ഇവിടുന്ന് വ്യാപകമായിട്ട് കുടിയേറ്റം വരികയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ വിമാനം വന്ന് ഇവരെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിനി പിന്നെ മറ്റൊരു ഡെവലപ്മെൻറ്റ് കണ്ടത്, ഗ്വാണ്ടനാമോയിലേക്ക് കുറേ പേരെ ട്രംപ് വിട്ടിരിക്കുന്നു. അതായത് ഇവിടെ കുറ്റകൃത്യങ്ങളിലൊക്കെ പങ്കെടുത്ത കുറേ പേരെയാണ് ഗ്വാണ്ടനാമോ ആ ഭീകര ജയിലിലേക്ക് വിട്ടിരിക്കുന്നത്. ആ ഗ്വാണ്ടനാമോയെ പറ്റി ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഈ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ, ആ പഴയ പുസ്തകം, ആ മനോഹരമായ പുസ്തകം, അതിൽ ആ മോണ്ടി ക്രിസ്റ്റോ ആ ദ്വീപിൽ അവിടെയുള്ളൊരു കോട്ട, അതിലേക്ക് കുറ്റവാളികളെല്ലാം കൊണ്ടുപോയി വിടുന്ന ആ ഒരു ഓർമ്മയാണ് വരുന്നത്. അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോരാമെന്ന് അത്ര എളുപ്പമല്ല എന്ന് പ്രസിഡന്റ് ട്രംപ് തന്നെ പറയുന്നുണ്ട്. കാരണം ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഇവരെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ അവിടെ കൊണ്ടുപോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തായാലും അത് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ കാര്യമായ ശിക്ഷകളില്ലാതെ ഗ്വാണ്ടനാമോ ജയിലിലേക്കൊക്കെ അവരെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഭീകരപ്രവർത്തകരെ കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇവർ ഭീകരപ്രവർത്തകരൊന്നുമല്ല. ഇവിടെ വന്ന് കുറ്റകൃത്യങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ഇവിടെ വെച്ച് ഓർപ്പിക്കരുതെന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കുമുള്ളത്. പക്ഷെ അവരെ അങ്ങോട്ട് വിടണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെതിരെ ഡെമോക്രാറ്റുകളൊക്കെ ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിലും ആ ശബ്ദമൊന്നും ഉയർന്നു പോകുന്നില്ല. കാരണം
ഈ ട്രംപ് ഭരണകൂടം ഒരുപാട് കാര്യങ്ങളാണ് ഒരേ സമയം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതിനെ എതിർക്കണം, എത്ര എതിർക്കണമെന്നൊന്നും ആർക്കും അറിയാത്തൊരു അവസ്ഥയുണ്ട്. അതവർ ശരിക്ക് അക്ഷരാർത്ഥത്തിൽ ഭരണകൂടം മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ആശാവഹമായ രണ്ട് കാര്യം കണ്ടത്, തുളസി ഗബാർഡും നമ്മുടെ കാഷ് പട്ടേലിലെ RFK ജൂനിയറും അവർ ആ കമ്മിറ്റി അവരെ അംഗീകരിച്ചു. ആ സെനറ്റിൻ്റെ കമ്മിറ്റികൾ അവരുടെ നിയമനത്തെ അംഗീകരിച്ചു. ഇനി ഫുൾ സെനറ്റ് തീരുമാനിക്കണം അവരെ സ്ഥിരപ്പെടുത്തണമോ വേണ്ട എന്ന്. അപ്പം ഇതിൽ നോക്കുമ്പോൾ തുളസി ഗബാർഡിന് പിന്നെ അനുകൂലമാണ് സ്ഥിതിയെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ആ മെയിനിലെ സെനറ്റർ സൂസൻ കോളിൻസും ഇവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഇവരുടെ നിലപാടുകളോട് താല്പര്യം പ്രകടിപ്പിക്കുക, ഇവർ ഈ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടർ ആകാനായിട്ടുള്ള അർഹയായ ഒരു വ്യക്തിയാണ് എന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം മിക്കവാറും തുളസി ഗബാർഡിൻ്റെ കാര്യത്തിൽ ഒരു എതിർപ്പ്, ഒരു പ്രശ്നവും വരില്ല എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. RFK ജൂനിയർ ഈ സെനറ്റിൻ്റെ ഈ കമ്മിറ്റി കടന്നെങ്കിലും ഫുൾ സെനറ്റിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് സ്ഥിതിയെന്ന് പറയാൻ പറ്റില്ല. ഇനി ഉള്ളത് കാഷ് പട്ടേലിൻ്റെ കാര്യമാണ്. കാഷ് പട്ടേലും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കരുതുന്നത്. അദ്ദേഹത്തിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. അപ്പോൾ കാഷ് പട്ടേലും തുളസി ഗബാർഡും ഭരണകൂടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം സംഘപരിവാറിനെയും ഒക്കെ അനുകൂലിക്കുന്ന രണ്ടുപേരാണ് അവിടെ പിന്നെ ഭരണകൂടത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ കാഷ് പട്ടേലിൻ്റെ നിലപാടൊക്കെ തന്നെ ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ ബാബരി മസ്ജിദ് അയോധ്യ ടെമ്പിളിനെ പറ്റി അദ്ദേഹം പറഞ്ഞത്, അയോധ്യ ടെമ്പിൾ ഉണ്ടായി അതിനെ 50 വർഷത്തെ ചരിത്രമാണ് നമ്മൾ നോക്കുന്നത് അയോധ്യ ടെമ്പിളിൻ്റെ ഇപ്പോൾ. പക്ഷെ അതിനു മുമ്പും 500 വർഷം മുമ്പുള്ള ചരിത്രം പിന്നെയും ഉണ്ട്. അതുകൂടെ നോക്കണം എന്ന് അദ്ദേഹം മുമ്പൊരിക്കൽ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ആ അനുകൂലികളായിട്ടുള്ള സംഘപരിവാറിൻ്റെ ആ വാദങ്ങളോടുള്ള താല്പര്യമാണ് അദ്ദേഹത്തിന് പിന്നെ ആ നിലപാടിൽ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ തുളസി ഗബാർഡിനെ പറ്റിയുള്ള ആരോപണം തന്നെ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊക്കെ ഭയങ്കര ബന്ധത്തിലാണ്. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞ് എനിക്ക് അങ്ങനെയുള്ള ആരുടെയെങ്കിലും നിയന്ത്രണത്തിലൊന്നുമല്ല ഞാനെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഒക്കെ പറഞ്ഞാലും രണ്ട് ഹിന്ദുക്കളും നല്ല ശക്തരായ രണ്ട് ഹിന്ദുക്കളും അതുപോലെ തന്നെ സംഘപരിവാർ താല്പര്യമുള്ളവരും ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് വേറൊരു കാര്യമുണ്ടായത്, ഈ ഇറാൻ തന്നെയെങ്ങാനും ഇറാൻ്റെ ആളുകൾ തട്ടിക്കളഞ്ഞാൽ ഇറാനെ മുച്ചൂടും മുടിപ്പിച്ചേക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഉത്തരവെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇറാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ല. പ്രത്യേകിച്ച് സീക്രട്ട് സർവീസൊക്കെ പ്രസിഡന്റിൻ്റെ ചുറ്റും രക്ഷാവലയവുമായിട്ട് രംഗത്തുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇറാനിൻ്റെ ആളുകളോ ഒന്നും അത്തരം സാഹസങ്ങൾക്കൊന്നും ഇറങ്ങിപ്പുറപ്പെട്ടൊന്നും വരില്ല. പിന്നെ ആ രാജ്യം തന്നെ ഉണ്ടാവില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊരു ശക്തമായൊരു വാർണിംഗ് ആയിട്ട് തന്നെ കണക്കാക്കാമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ ട്രംപിൻ്റെ താരിഫ് വന്നു. പ്രത്യേകിച്ച് ഈ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമുള്ള താരിഫ് ഒരു 30 ദിവസത്തേക്ക് നീട്ടിവെച്ചു, മരവിപ്പിച്ചു. അവർ ട്രംപിൻ്റെ ഭീഷണിക്ക് അവർ വഴങ്ങിയെന്ന് വേണം പറയാനായിട്ട്. അതിർത്തിയിലേക്ക് കൂടുതൽ ആളുകളെ, സൈനികരെയും പട്ടാളക്കാരെയും ഒക്കെ അയക്കാം, സൈനികരെയും പോലീസിനെയും ഒക്കെ അയക്കാം. അതുപോലെ തന്നെ ഈ ഫെൻ്റനൈൽ, ഈ മയക്കുമരുന്ന്, ഏറ്റവും ആളുകളെ കൊല്ലുന്ന ആ മയക്കുമരുന്ന്, അതിൻ്റെ വ്യാപനം അതിങ്ങോട്ട് വരുന്നത് തടയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ താല്പര്യം കാണിച്ചുകൊണ്ട് അവർ അങ്ങനെ ഒരു നിലപാട് മാറ്റിയതുകൊണ്ട് ട്രംപ് തൽക്കാലത്തേക്കൊരു ഇളവ് കൊടുത്തു. ഇനി അത് സ്ഥിരപ്പെടുമെന്ന് നമുക്ക് കരുതാം. കാരണം കാനഡയെയും മെക്സിക്കോയും ഒന്നും പിണക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ലല്ലോ, നമ്മുടെ തൊട്ടയൽവക്കക്കാരാണ്. പക്ഷേ ചൈനയ്ക്കെതിരെ 10% താരിഫ് പ്രഖ്യാപിച്ചത് നിലനിൽക്കുന്നു. അതിനെതിരെ ചൈന താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടേതായ വക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ താരിഫ് പ്രഖ്യാപനം കൊണ്ട് ഈ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇത് ഈ ഉപഭോക്താക്കൾക്ക്, ഓരോന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള ആളുകൾക്കാണ് അതിൻ്റെ പ്രശ്നം വരിക. ഇപ്പം ചൈനയ്ക്കെതിരെ ഈ 10% താരിഫ് പ്രസിഡന്റ് ട്രംപ് ഏർപ്പെടുത്തി. ഈ താരിഫ് ആര് കൊടുക്കും? എവിടെയാണ് അത് കൊടുക്കുന്നത്? ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം 10% നികുതി കൂടുതൽ മേടിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴാണ് അത് സംഭവിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ 10% കൂടുതൽ നികുതി കൊടുക്കേണ്ടി വരുമ്പോൾ, തിരിവ് കൊടുക്കേണ്ടി വരുമ്പോൾ ആ സാധനത്തിൻ്റെ വില കൂടെ അതനുസരിച്ച് അവർ കൂട്ടും. അപ്പം ഇവിടെ ഈ സാധനം വാങ്ങുന്നവരൊക്കെയാണ് ആ വില അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് താരിഫ് കൊണ്ട് ചൈനയ്ക്ക് വലിയ ദോഷമൊന്നും വരാൻ പോകുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ഈ ഉപഭോക്താക്കൾക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ താരിഫ് 10% കൂട്ടിയത് കൊണ്ട്
ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷേ എങ്ങനെ വന്നാലും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ, ഈ ടി വി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൈയോടെ ഇപ്പോൾ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ, വില കൂടുന്നതിന് മുമ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. എന്തായാലും താല്പര്യമുള്ളവർ നേരത്തെ തന്നെ വാങ്ങുക. കാരണം ഈ ഇലക്ട്രോണിക്സ് വസ്തുക്കൾക്കൊന്നും നേരത്തെ നികുതി ഇല്ലായിരുന്നു, തീരുവയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ തീരുവ ഇപ്പോൾ പുതുതായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് വിലയിലും മാറ്റം വരും. ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ, കമ്പ്യൂട്ടറുകളും ടി വി എല്ലാം മിക്കവാറും എല്ലാം തന്നെ ഉണ്ടാക്കുന്ന ആ ഭാഗത്താണ്, ചൈനയിലോ അല്ലെങ്കിൽ കൊറിയയിലോ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മളിവിടെ വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിലയാണ് കൂടാൻ പോകുന്നതും.